എവരിവൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് മാറിയത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് ഒരു 5 യൂണിറ്റുകളായിട്ടാണ്. മൊത്തത്തിൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്നാമത്തെ യൂണിറ്റിൽ വരുന്നത് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് കവിതയും ഒന്ന് കഹാനിയുമാണ്. രണ്ടാമത്തെ യൂണിറ്റിൽ വീണ്ടും വരുന്നുണ്ട് 2 ചാപ്റ്റേഴ്സ്, ഒരു കഹാനി ഒരു കവിത. അപ്പം 2 കവിത വന്നിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ യൂണിറ്റിൽ ഒരു യാത്രാ വിവരൺ, ഒരു ഫിൽമി ലേഖ്, ഒരു ഫിൽമി ഗീത്. നാലാമത്തെ യൂണിറ്റിൽ വീണ്ടും കഹാനിയും ഒരു കവിതയും വരുന്നുണ്ട്. അപ്പം 3 കവിതയായി. പിന്നെ 5ാമത്തെ യൂണിറ്റിൽ വീണ്ടും 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിലൊന്ന് കവിതയും ഒന്ന് സംസ്മരണമാണ്. അപ്പൊ ടോട്ടൽ നമുക്ക് 4 കവിത പഠിക്കാനുണ്ട്. ഓക്കെ, റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ യൂണിറ്റിന്റെ പേരെന്താ? 10 എന്താണ് ഈ 10 മീൻസ്? നമുക്കറിയാം, നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. പത്ത എന്ന് വെച്ചാൽ ഇല എന്നാണെന്ന് നമുക്കറിയാം, ലീഫ് അല്ലെ? അപ്പോ ഇവിടെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒരു മരം കാണുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഫ്രോഗ് ഉണ്ട്, ഒരു ക്രെയിൻ ഉണ്ട്, ഒരു ഫിഷസ് ഉണ്ട്. പിന്നെ ആ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെ? അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും മരത്തിനെ കുറിച്ച് പറയുന്നതാണ് ഈ യൂണിറ്റ് അല്ലെ? അപ്പൊ നമുക്ക് നോക്കിയാലോ ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേരെന്താ? പേട്. പേട് എന്ന് വെച്ചാൽ എന്താ? മരം അല്ലെ? അപ്പൊ ഈ കവിത എഴുതിയത് സുശീൽ ശുക്ലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മരത്തിനെ കുറിച്ചൊന്ന് നോക്കാം. എന്താണ് മരങ്ങളുടെ ഉപയോഗം നമുക്ക് കിട്ടുന്നത്? നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ശ്വസനവായു, അതായത് ഓക്സിജൻ നൽകുന്നത് ആരാണ്? മരമാണ് അല്ലേ? പിന്നെ ശുദ്ധവായു, വായുവിനെ ശുദ്ധമാക്കുന്നത് ആരാണ്? നമ്മുടെ മരം തന്നെയാണ്. അതെങ്ങനെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്ത് വായുവിനെ ശുദ്ധമാക്കുന്നു അല്ലെ? പിന്നെ ഈ ചൂട് കുറയ്ക്കാനും വിശ്രമിക്കാനൊക്കെ നമുക്ക് തണല് നൽകുന്നത് ആരാ? നമ്മുടെ ഈ മരങ്ങൾ തന്നെയാണ് അല്ലെ? പിന്നെ അതിനകത്തുനിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടാറുണ്ട്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കിട്ടാറുണ്ട് അല്ലേ? പിന്നെ നമുക്ക് ഫർണിച്ചറുകൾക്കും, അതായത് കെട്ടിട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഫർണിച്ചർ കിട്ടുന്നത് എവിടെ നിന്നാണ്? വുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് മരങ്ങളിൽ നിന്നാണ്. പിന്നെന്താണ്? ഒരുപാട് പക്ഷി മൃഗാദികൾക്ക് വാസസ്ഥലമാണല്ലേ? നമുക്കറിയാം, ഒരു മരത്തില് ഒരുപാട് കിളികൾ കൂട് വെച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെന്താണ് ഒരു ഉപയോഗം എന്ന് വെച്ചാല്, ചില മരങ്ങൾ അല്ലെങ്കിൽ ചില ചെടികള് ഔഷധ ഗുണമുള്ളതാണ് അല്ലെ? അത് ചിലത് ഔഷധ സസ്യങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പച്ചപ്പ് കാണുന്നത് തന്നെ, മരത്തിന്റെയും ഈ ചെടികളുടെയൊക്കെ പച്ചപ്പ് കാണുന്നത് തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ്. നമ്മൾ സ്വന്തമായിട്ട് ഒരു ചെടി നട്ടിട്ട് അല്ലെങ്കിൽ ചെറിയൊരു പ്ലാന്റ് നട്ടിട്ട് എന്താ പറയാ, ഇപ്പം ചെറിയ ചെടികളായാലും നമ്മളിപ്പോ വലിയ മരം ആവുന്ന ചെറിയ പ്ലാന്റ് ആയാലും നമ്മൾ നട്ടിട്ട് അതിൽ 2 ഇല കിളിർക്കുമ്പോൾ എന്താണ്, നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ? അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ എന്താണ്, ചെടികൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, വെട്ടി നശിപ്പിക്കാതിരിക്കുക. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മളൊരു ഹാബിറ്റാക്കി മാറ്റുക. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പം നമ്മൾ പറഞ്ഞു ചാപ്റ്റർ നെയിം പേട് എന്നാണ്. എഴുതിയത് സുശീൽ ശുക്ലാണ്. ഒരു ക്വസ്റ്റ്യൻ വരാം, പേട് കിസ് വിധ കി രചന ഹെ എന്ന് ചോദിച്ചാല് എഴുതുക കവിത. ഇതൊരു കവിതയാണ് അല്ലെ? ഓക്കെ, ഫസ്റ്റ് സ്റ്റാൻസ് നോക്കിയേ. പേട് തും പേട് നഹി തും ദർജി. പേട് തും പേട് നഹി തും ദർജി. അല്ലയോ മരമേ, നീ വെറും ഒരു മരം മാത്രമല്ല, പിന്നെ എന്ത് കൂടിയാണ്? തും ദർജി, നീ ഒരു തയ്യൽക്കാരൻ കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സുശീൽ ശുക്ല് എന്താണ്, സാഹിത്യ രൂപത്തില് ഇതിനെ, പ്രകൃതിയെ, മരത്തെ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് അല്ലെ? അതായത്, അല്ലയോ മരമേ, നീ വെറും മരം മാത്രമല്ല, നീ ഒരു തയ്യൽക്കാരൻ കൂടിയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് നോക്കിയാലോ. തുമ്നെ തുമ്നെ കിത്തനെ സിലെ ഘോംസലെ, കിത്തനി സിലി ഹവായേ. അതായത് തുമ്നെ, നീ, കിത്തനെ എത്രയെത്ര, സിലേ തുന്നിക്കൂട്ടിയിരിക്കുന്നു. എന്താണ്? ഘോംസലെ കിളിക്കൂടുകൾ. നീ എത്രയോ
കിളിക്കൂടുകൾ തുന്നിക്കെട്ടിയിരിക്കുന്നു. കിത്തനി സിലി ഹവായേ, പിന്നെ എത്രയെത്ര കാറ്റാണ് നീ തുന്നിച്ചേർത്തിരിക്കുന്നത് എന്നാണ് സുശീൽ ശുക്ല് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ് സാഹിത്യ രൂപത്തില് പറയുന്നത്? എന്താണ്? അല്ലയോ മരമേ, നീ വെറും മരം മാത്രമല്ല, നീ ഒരു തയ്യൽക്കാരൻ കൂടിയാണ്. നീ എത്രയോ കിളിക്കൂടുകൾ തുന്നിക്കെട്ടിയിരിക്കുന്നു. അല്ലെ? നമുക്കറിയാം മരത്തിനകത്ത് കിളികൾ കൂട് കെട്ടുന്നത് നമുക്കറിയാം. പിന്നെന്താണ്? എത്രയെത്ര കാറ്റാണ് നീ തുന്നിച്ചേർത്തിരിക്കുന്നത്. അതെന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? ഒരുപാട് പക്ഷികളുടെ അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളാണ് നമ്മുടെ മരങ്ങൾ. പക്ഷികൾ എവിടെയാ കൂട്ടുകൂടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? പിന്നെന്താണ്? ആ കാറ്റിന്റെ ഒരു ഇത് പറയുന്നത് എന്താണ്? എത്രയെത്ര കാറ്റാണ് നീ തുന്നിച്ചേർത്തിരിക്കുന്നത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? കാറ്റടിക്കുമ്പോൾ മരങ്ങൾ ഇങ്ങനെ ആടി ഉലയും അല്ലേ? അതാണ് ഇവിടെ കവി മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം. പേട് തും പേട് നഹി തും ദർജി, തുമ്നെ കിത്തനെ സിലേ ഘോംസലെ, കിത്തനി സിലി ഹവായേ. അല്ലയോ മരമേ, നീ വെറും മരം മാത്രമല്ല, നീ ഒരു തയ്യൽക്കാരൻ കൂടിയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? നീ എത്രയെത്ര കിളിക്കൂടുകൾ തുന്നിക്കെട്ടിയിരിക്കുന്നു, അതുപോലെ എത്രയെത്ര കാറ്റാണ് നീ തുന്നിച്ചേർത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കി. ധൂപ് സിലി തോ ബിഖർ ഗയി, കത്രൻ കത്രൻ ചായായേ, പേട് തും പേട് നഹി തും ദർജി. ധൂപ്, ധൂപ് എന്ന് വെച്ചാൽ എന്താ? സൂര്യപ്രകാശം അല്ലെ? ആ വെയില്. ആ ധൂപ് സിലി, ആ വെയിലിനെ അല്ലെങ്കിൽ ആ സൂര്യപ്രകാശത്തെ സിലീത്തോ തുന്നിച്ചേർക്കാൻ നോക്കിയപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ബിഖറുകയി, ചിന്നിച്ചിതറിപ്പോയി. എന്താണ് ചിന്നിച്ചിതറിപ്പോയത്? കത്തിരൻ കത്തിരൻ ചായായേ, അതായത് ആ നിഴലുകള് ഇങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ചിന്നിച്ചിതറിപ്പോയി. നമ്മളെ വെയിലിനെ തുന്നിച്ചേർക്കാൻ നോക്കിയപ്പോൾ നിഴലുകൾ കഷ്ണം കഷ്ണമായിട്ട് ചിന്നിച്ചിതറിപ്പോയി. അതെന്താണ് അങ്ങനെ അവിടെ പറയാൻ കാരണം? അതായത് നമ്മുടെ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഇലകൾക്കിടയിലൂടെ ഇങ്ങനെ സൂര്യപ്രകാശം താഴേക്ക് പതിക്കും അല്ലെ? അത് എല്ലായിടത്തും ഉണ്ടാകാറുണ്ടോ? ഇല്ല. കാരണം എന്താ? അവിടെ മരത്തിന്റെ തണലായിരിക്കും. പക്ഷേ എന്താണ്? ഇലകൾക്കിടയിലൂടെ ഇങ്ങനെ ചെറുതായിട്ട് സൂര്യപ്രകാശം താഴേക്ക് പതിക്കും. ഓക്കെ, അത് നമ്മുടെ കവിയുടെ മനോഹരമായിട്ട് സാഹിത്യ രൂപത്തില് പറഞ്ഞിരിക്കുവാണ്. വെയിലിനെ തുന്നിച്ചേർക്കാൻ നോക്കിയപ്പോൾ അത് നിഴലിന്റെ കഷ്ണം കഷ്ണമായിട്ട് ചിന്നിച്ചിതറിപ്പോയി എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. പേട് തും പേട് നഹി തും ദർജി. അപ്പൊ ആ രണ്ട് ലൈൻ റിപ്പീറ്റഡ് വരുന്നുണ്ട്. വീണ്ടും പറയാണ്. അല്ലയോ മരമേ, നീ വെറും മരം മാത്രമല്ല. അടുത്ത എന്താ പറയുന്നത് നോക്കിയേ. മിട്ടി സിൽക്കർ രംഗ് ബനായേ, പാനി സിൽ ആകാശ്, മിട്ടി രംഗ് ഹവാ പാനി കോ ജോടാ ദിയാ തരാശ്, പേട് തും പേട് നഹി തും ദർജി. അപ്പൊ അവിടെ എന്താ പറയുന്ന? മിട്ടി സിൽക്കർ രംഗ് ബനായേ, അതായത് മിട്ടി എന്ന് വെച്ചാല് മണ്ണ്. മണ്ണിനെ നീ തുന്നിച്ചേർത്തിട്ട് രംഗ് നിറം, നിറങ്ങളെ, ബനാന മീൻസ് നിർമ്മിക്കുക. അതായത് മണ്ണിനെ നീ തുന്നിച്ചേർത്തിട്ട് നിറങ്ങളെ നീ നിർമ്മിച്ചു. പിന്നെന്താണ്? പാനി സിൽ ആകാശ്, അതായത് വെള്ളത്തെ തുന്നിച്ചേർത്തിട്ട് ആകാശത്തെ നീ നിർമ്മിച്ചു. പിന്നെന്താ? മിട്ടി രംഗ് ഹവാ പാനി കോ, മണ്ണും, മിട്ടി മണ്ണും, രംഗ് നിറവും, ഹവ കാറ്റ് അല്ലെങ്കിൽ വായു, പാനി വെള്ളം, ഇതൊക്കെ എന്ത് ചെയ്തു നീ? ജോടാദിയ തരാശ്, ഇതെല്ലാം നീ തുന്നിച്ചേർത്തുകൊണ്ട് ഒരു രൂപം തന്നെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ആ സ്റ്റാൻസ് മനസ്സിലായോ? എന്താണ്? ഒന്നും കൂടെ പറഞ്ഞുതരാം. മിട്ടി മിട്ടി സിൽക്കർ രംഗ് ബനായേ, പാനി സിൽ ആകാശ്,
മിട്ടി രംഗ് ഹവ പാനി കോ ജോഡാ ദിയാ തരാശ്. അതായത് മണ്ണിനെ നീ തുന്നിച്ചേർത്തിട്ട് നിറങ്ങളെ നീ നിർമ്മിച്ചു. വെള്ളത്തെ തുന്നിച്ചേർത്തിട്ട് എന്താണ് നീ നിർമ്മിച്ചത്? ആകാശത്തെ നിർമ്മിച്ചു. പിന്നെന്താ? മിട്ടി മണ്ണും, രംഗ് നിറവും, ഹവ കാറ്റും അതായത് വായുവും, പാനീക്കോ വെള്ളവും, ജോഡാദിയ തരാശ് ഇതെല്ലാം നീ തുന്നിച്ചേർത്ത് കൊണ്ട് ഒരു രൂപം തന്നെ സൃഷ്ടിച്ചു എന്നാണ് സാഹിത്യ രൂപത്തില് സുശീൽ ശുക്ൽ ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ലൈൻ നോക്കിയേ, റിപ്പീറ്റഡ് ആണ്. പേഡ് തും പേഡ് നഹി തും ദർജി. അല്ലയോ മരമേ, നീ വെറും മരം മാത്രമല്ല. ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റാൻസിലേക്ക് പോകാം. തുമ്നെ കിത്തനെ സിലേ കിനാരെ കിത്തനി സിലീം ജമീനേം രംഗ് മഹക്കി ഹുയി സിലായി ഫൂൽ സിലേ പശ്മീനെ. അതായത് തുമ്നെ നീ, കിത്തനെ എത്രയെത്ര, സിലേ കിനാരെ എന്താണ്? തീരങ്ങളാണ്. നീ എത്രയെത്ര തീരങ്ങളാണ് നീ തുന്നിച്ചേർത്തിരിക്കുന്നത്. പിന്നെ കിത്തനി സിലീം ജമീനേം എത്രയെത്ര നിലമാണ് നീ തുന്നിച്ചേർത്തിരിക്കുന്നത്. ജമീൻ മീൻസ് ഭൂമി, അതായത് തറ. അതായത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ മരങ്ങൾ നട്ടിട്ടുണ്ടല്ലേ. അപ്പൊ അവിടെ പറയുന്നത് പിന്നെ ഈ നദിയുടെ കിനാര തീരത്തൊക്കെ മരങ്ങൾ കാണാം. അപ്പൊ അതാ പറയുന്നത്, തുമ്നെ കിത്തനെ സിലേ കിനാരെ, നീ എത്ര തീരങ്ങളാണ് തുന്നിച്ചേർത്തത്. കിത്തനീ സിലീം ജമീനേം പിന്നെ എത്ര നിലങ്ങളാണ് അല്ലെങ്കിൽ ഭൂമിയാണ് നീ തുന്നിച്ചേർത്തിരിക്കുന്നത്. രംഗ് മഹക് കി ഹുയി സിലായി ഫൂൽ സിലേ പശ്മീനെ. അപ്പൊ എന്താണ്? രംഗ് മഹക് അതായത് നല്ല സുഗന്ധമുള്ള, ഒരുപാട് നിറങ്ങളുള്ള, അല്ലെ? നമ്മൾ മരങ്ങളിൽ കാണാറുണ്ട് നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാവും, പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവും, അല്ലെ? അപ്പോ നല്ല സുഗന്ധമുള്ള, ഒരുപാട് നിറങ്ങളുള്ള എന്താണ്? ഫൂൽ സിലേ പശ്മീനെ, അങ്ങനെയുള്ള ഒരുപാട് പൂക്കളെയും നീ തുന്നിച്ചേർത്തു. പിന്നെന്താണ്? ഫൂൽ സിലേ പശ്മീനെ, എങ്ങനെയാണ് തുന്നിച്ചേർത്തത്? പൂക്കൾ കൊണ്ട് കമ്പിളി വസ്ത്രങ്ങളും തുന്നിച്ചേർത്തു. ഓക്കെ, പിന്നെന്താ? അപ്പൊ അത് മനസ്സിലായോ? തുമ്നെ കിത്തനെ സിലേ കിനാരെ കിത്തനി സിലീം ജമീനെ രംഗ് മഹക്കി ഹുയി സിലായി ഫൂൽ സിലേ പശ്മീനെ. അതായത് എത്ര തീരങ്ങളാണ് നീ തുന്നിച്ചേർത്തിരിക്കുന്നത്, അതുപോലെ എത്ര ഭൂമി അല്ലെങ്കിൽ നിലമാണ് നീ തുന്നിച്ചേർത്തിരിക്കുന്നത്. പിന്നെന്താണ്? നല്ല സുഗന്ധമുള്ള, ഒരുപാട് നിറങ്ങളുള്ള പൂക്കളെയും നീ തുന്നിച്ചേർത്തു. ആ പൂക്കൾ കൊണ്ട് കമ്പിളി വസ്ത്രങ്ങളും തുന്നിച്ചേർത്തു എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ലൈൻ നോക്കി, റിപ്പീറ്റഡ് ആണ്. പേഡ് തും പേഡ് നഹി തും ദർജി. അല്ലയോ മരമേ, നീ വെറും മരം മാത്രമല്ല, നീ ഒരു തയ്യൽക്കാരൻ കൂടിയാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് നമുക്ക് ഇതിന് മുന്നത്തെ സ്റ്റാൻസിൽ മനസ്സിലായി, അല്ലെ? നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കിയേ. आम में आम के सोद सिले है ജാമുൻ മേം ജാമുൻ കെ. അതായത് ആമേം, ആമെന്ന് എന്താണ്? മാംഗോ അല്ലേ? ആമേം മാങ്ങയില്, ആം കെ സോദ് സിലേഹേ മാങ്ങയുടെ സോത് നീ തുന്നിച്ചേർത്തു, അല്ലെ? എല്ലാത്തിലും എന്താണ്? ആപ്പിളിൻ്റെതായ സോത്, എല്ലാത്തിനും അതിൻ്റെതായ സോത് ഉണ്ടല്ലേ? അതാണ് ഇവിടെ പറയുന്നത്. ആമേം മാങ്ങയില്, ആം കെ സോദ് സിലേഹേ മാങ്ങയുടെ സോതിനെ നീ തുന്നിച്ചേർത്തു. പിന്നെന്താണ്? ജാമുൻ മേം ജാമുൻ കെ ഞാവൽപ്പഴത്തിൽ, ജാമുൻ എന്ന് വെച്ചാല് ഞാവൽപ്പഴം, ഞാവൽപ്പഴത്തില് ഞാവൽപ്പഴത്തിന്റെ സോതും നീ തുന്നിച്ചേർത്തു. ബാഗുമേ ബാഗ് കെ സോദ് സിലേഹേ. അതായത് ബാഗ് മീൻസ് തോട്ടം, പൂന്തോട്ടമില്ലേ? അപ്പം പൂന്തോട്ടത്തിന്റെ സോത് നീ തുന്നിച്ചേർത്തിട്ടുണ്ട്. പിന്നെന്താണ്? വൻകേ പേടുമേയും വൻകേ, പിന്നെ വനങ്ങളിലുള്ള മരങ്ങളില് വനത്തിന്റെ ആ ഒരു സോതും നീ തുന്നിച്ചേർത്തു, അല്ലെ? മനസ്സിലായോ? വനങ്ങളിലുള്ള മരങ്ങളിലും
വനത്തിന്റെ ആ സ്വാദും നീ തുന്നിച്ചേർത്തു. അതായത് ഒന്നും കൂടെ പറഞ്ഞുതരാം. ആം മേം ആം കെ സ്വാദും സിലേഹേ, ജാമുൻ മേം ജാമുൻ കെ, ബാഗ് മേം ബാഗ് കെ സ്വാദ് സിലേഹേ, വൻ കെ പേട് മേ വൻ കെ. പിന്നെ പറയുന്നത് റിപ്പീറ്റഡ് ലൈനാണ്. പേഡ് തും പേഡ് നഹി തും ദർജി. അപ്പൊ അതായത് മാങ്ങയില് മാങ്ങയുടെ സ്വാദിനെ നീ തുന്നിച്ചേർത്തു. പിന്നെ അതുപോലെ ജാമുൻ ഞാവൽപ്പഴത്തില് ഞാവൽപ്പഴത്തിൻ്റെതായ സ്വാദും നീ തുന്നിച്ചേർത്തു. പിന്നെന്താണ് ബാഗുമേ, തോട്ടത്തില് തോട്ടത്തിൻ്റെതായ ഒരു സ്വാദ് നീ തുന്നിച്ചേർത്തിട്ടുണ്ട്. ഇപ്പൊ തോട്ടങ്ങൾ എന്താണ്, ഒരുപാട് തോട്ടങ്ങൾ ഉണ്ടാവും അല്ലേ. ആ എന്താ നമ്മളെ പൂന്തോട്ടം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ മാംഗോ മാംഗോന്റെ ആ ഒരു ഏരിയ ഉണ്ടാവല്ലോ, മാംഗോ പ്ലാന്റിന്റെ അല്ലെങ്കിൽ ബനാനാന്റെ ആ ഒരു തോട്ടം, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ ഒരു സ്വാദിനെ നീ തുന്നിച്ചേർത്തു. വൻകെ പേടുമേ വൻകെ, അതായത് വനങ്ങളിലുള്ള മരങ്ങളിൽ വനത്തിൻ്റെതായ ആ ഒരു സ്വാദും നീ തുന്നിച്ചേർത്തു. പേട് തും പേട് നഹി തും ദർജി, അല്ലയോ മരമേ, നീ വെറും മരം മാത്രമല്ല, നീ ഒരു തുന്നൽക്കാരൻ, തയ്യൽക്കാരൻ കൂടിയാണ്. അതായത് ഇവിടെ എന്താ പറയുന്നത്, ഭൂമിയോട് മരങ്ങൾ എത്രത്തോളം ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കവി സാഹിത്യ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ് ഇവിടെ മെയിൻ ആയിട്ട് നമുക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ പ്രകൃതിക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഘടകം തന്നെയാണ് മരം എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലായി അല്ലേ. അതായത് പ്രകൃതിയിലുള്ള എല്ലാറ്റിൻ്റെയും, അതായത് കാറ്റ്, വെള്ളം, ആകാശം, നിഴല്, സൂര്യപ്രകാശം, പൂക്കൾ, സുഗന്ധം, ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്രിയേറ്റർ തന്നെയാണ് ആര്? നമ്മുടെ മരം എന്നാണ് കവി ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഏറ്റവും ഭൂമിയോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ മരങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഇനി നമുക്ക് കവി ഒന്ന് പരിചയപ്പെടാം. സുശീൽ ശുക്ല്. सुशील शुक्ल का जन्म 25 मार्च 1974 में मध्य प्रदेश के होशंगाबाद में हुआ. അപ്പൊ അദ്ദേഹം ജനിച്ചത് എന്നായിരുന്നു? 1974 മാർച്ച് 25-ന് മധ്യപ്രദേശിലെ ഹോഷങ്കാബാദിലായിരുന്നു ജനിച്ചത്. ആപ് ബാലസാഹിത്യ കെ ക്ഷേത്രമേ, അദ്ദേഹം ബാലസാഹിത്യ മേഖലയില് ലഗ്ഭഗ് ഏകദേശം 2.5 ദശകം സെ കാം കർ രഹേ ഹെ, ഏകദേശം 2.5 പതിറ്റാണ്ടായിട്ട് അദ്ദേഹം ബാലസാഹിത്യ മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ആപ് പ്ലൂട്ടോ ഔർ സൈക്കിൾ ബാൽ പത്രികാവും കെ സമ്പാദക് ഭി ഹെ. അപ്പൊ എന്താണ്, അദ്ദേഹം പ്ലൂട്ടോ, സൈക്കിൾ എന്നീ കുട്ടികളുടെ മാസികകളുടെ എഡിറ്റർ കൂടിയാണ് നമ്മുടെ സുശീൽ ശുക്ല. ആപ് ചക്മക് ബാൽ പത്രിക കെ സമ്പാദക് രഹേ ഥെ. പിന്നെന്താണ്, ചക്മക് എന്ന കുട്ടികളുടെ മാസികയുടെ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം. ये सारे उजाला सूरज का टिफिन दोस्त फेरी वाली साहिद आपकी 12 ബാൽ പുസ്തകവും കാ പ്രകാശൻ ഏകലവ്യ പ്രകാശൻ ने किया. അതായത് ഈ മോളിൽ പറഞ്ഞ ഏ സാരേ ഉജാല സൂരജ് കാ, പിന്നെ ടിഫിൻ ദോസ്ത്, ഫേരി വാലി, ഈ തുടങ്ങിയ പുസ്തകങ്ങൾ ഉൾപ്പെടെ വേറെ എന്താണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള 12 പുസ്തകങ്ങള്, ബാലപുസ്തകം 12 ബാലപുസ്തകങ്ങള്, കുട്ടികൾക്ക് വേണ്ടിയുള്ള 12 പുസ്തകങ്ങൾ കൂടി പ്രകാശനം ചെയ്തത് ആരാണ്, പബ്ലിഷ് ചെയ്തത് ആരാണ്? ഏകലവ്യ പ്രകാശൻ നെ കിയ. ഏകലവ്യ എന്ന പബ്ലിഷിംഗ് ഹൗസ് ആണ് പബ്ലിഷ് ചെയ്തത്. പിന്നെന്താണ് അവിടെ പറയുന്നത്? 2024 के हरिकृष्ण देवसरे ബാലസാഹിത്യ പുരസ്കാർ സെ വേ സമ്മാനിത് ഹെ. 2024 ഹരികൃഷ്ണ ദേവസാരെ ബാലസാഹിത്യ അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മളെ കവിതയും കവിയൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്തോളൂ. ഓക്കെ, ബൈ ബൈ.